എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മലയാളം സിനിമയാണ് പെരുമാനി. ഫൈനലി OTT വന്നിട്ടുണ്ട്. സൈന പ്ലേ ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ സൈന പ്ലേയുടെ കാര്യം അറിയാലോ, അവർക്ക് രാത്രിയെ നേരം വെളുക്കുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അതാണ് കാണാൻ വൈകിയത്. ഒരു ലോഡ് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ടായിട്ടും എല്ലാ ചവറും അവരൊക്കെ എടുക്കും. എന്നാൽ ഇത്രയും നല്ലൊരു സിനിമ ആരും എടുത്തില്ല. ദാറ്റ്സ് വെരി പിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചു പടം, നല്ല പടം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അടിപൊളി കാസ്റ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ലുക്മാൻ ഉണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, സണ്ണി വെയിൻ ഉണ്ട്, ഈവൻ ദീപ തോമസ്. ആ കൊച്ചു വരെ ഞെട്ടിച്ചു. അറിഞ്ഞില്ല, ആരും ഒട്ടും പറഞ്ഞില്ല കൊച്ചു ഇത്ര നന്നായി അഭിനയിക്കുന്നത്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു നറേഷൻ ഉണ്ട്. ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അടിപൊളിയായിരുന്നു. ഒരു മുത്തശ്ശി കഥയൊക്കെ പോലെ ഒരു തങ്ങളെ എങ്ങനെയാണ് പെരുമാനി ഗ്രാമത്തിൽ വന്ന് പെട്ട് വന്നിട്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഈ സിനിമ കാണാനുള്ള ത്വര ഒന്നും കൂടി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുമാനി ഗ്രാമം ഇവർ പ്രസന്റ് ചെയ്തു. ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. വിഷ്വൽസ് ആയാലും ഫ്രെയിംസ് ആയാലും നല്ല രസം ഉണ്ടായിരുന്നു. നൊസ്റ്റാൾജിയ അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു സംഭവം. സോ ഇതില് ഫസ്റ്റ് ഹാഫ് ഒക്കെ വന്നിട്ട് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ക്യാരക്ടറെ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് നടക്കുന്നത്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആണ് മേജർ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു കൊച്ചു പടമാണ്, അത് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇത് കാണാൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെർഫോമൻസ് വൈസ് ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ വിനയ് ഫോർട്ടിനെയാണ്. സോ വിനയ് ഫോർട്ട് എവിടെ ക്യാരക്ടർ കൊടുത്തോ ആ ക്യാരക്ടറായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ റീസെന്റ് എക്സാമ്പിൾ ആണ് സംശയത്തിൽ ആ ക്യാരക്ടർ. അതേപോലെ തന്നെയാണ് ഇതിലും സൈക്കോ ആയിട്ട് അങ്ങേര് ജീവിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അഗെയിൻ അൺഅപ്രീഷിയേറ്റഡ് ക്യാരക്ടർ ആയിട്ട് പോകും, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ക്യാരക്ടർ ആയിട്ട് പോകും. ദിസ് ഗായ് ഈസ് റിയലി നൈസ്, വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ലുക്മാൻ. സോ ലുക്മാന്റെ കാര്യം പറയാം, പഴയ ഒരു ലുക്മാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ലുക്മാൻ അല്ല, പെർഫോമർ ലുക്മാൻ. അടിപൊളി സ്റ്റോറീസും അതേപോലെ തന്നെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുന്ന നടൻ. ആ ഒരു ലുക്മാനെ കാണാൻ വെച്ചാൽ ഈ സിനിമ കാണണം. നല്ല രസമായിരുന്നു ലുക്മാന്റെ പെർഫോമൻസും. എസ്പെഷ്യലി ലുക്മാനും അതേപോലെ തന്നെ ദീപ തോമസും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവൻ ആ കൊച്ചു വരെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. സണ്ണി വെയിന് വലിയ റോളൊന്നുമില്ല, ചെറിയൊരു റോളാണ്. പക്ഷെ അങ്ങേര് വൃത്തിയായി ചെയ്തിട്ട് പോയിട്ടുണ്ട്. സോ ഈ 4 പേരാണ് ഈ സിനിമയുടെ ലീഡ് പെർഫോമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവർക്ക് അധികം വലിയ റോളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ സിനിമ ഒരു പ്രോപ്പർ മിക്സ് ആണ്. ഇമോഷണൽ സീൻസിന്റെ, കോമഡി സീൻസിന്റെ, ഫീൽ ഗുഡ് എലമെന്റ്സിന്റെ, ഈവൻ ലവ് സ്റ്റോറിയുടെ. സണ്ണി വെയിന്റെ ചെറിയൊരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എവിടെയും ബോർ അടിപ്പിക്കുന്ന പോലെ തോന്നിയില്ല. സ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി കോമഡി എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായേനെ എന്ന് തോന്നിപ്പോയി. ആൻഡ് ഇതിൽ നമ്മുടെ ദളപതി വിജയിനെ കാണണം, അതാണ് എന്റെ ജീവിത അഭിലാഷം പറഞ്ഞ് നടക്കുന്നത്. ഉണ്ണിക്കണ്ണൻ മംഗളനാം ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. മറ്റേ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വരുന്ന ആളായിട്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കൊച്ചു പടമാണ്, നല്ല പടമാണ്. ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കാണുക. എനിക്ക് പേഴ്സണലി എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ട്രൈ ഇറ്റ് ഔട്ട്.